ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രിഗണോമെട്രിയുടെ ബേസിക്സ് ആണ്. ഇത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിനെയാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ വശം. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് നെയിം ചെയ്യുകയാണ്. ആംഗിൾ എക്സ്, ആംഗിൾ വൈ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണുള്ളത്: സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അതായത് തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ളത് എ ബി ആണ്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എ സി ആണ്. അപ്പോൾ എ ബി ബൈ എ സി. ഇനി കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 സൈൻ തീറ്റ ആണ്. അതായത് ഇത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് എ ബി ബൈ എ സി ആണെങ്കിൽ ഇത് എ സി ബൈ എ ബി ആണ്. അടുത്തത് നോക്കാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റയുടെ അഡ്ജസൻറ്റ്, തീറ്റയുടെ തൊട്ടടുത്തുള്ളത് ഏതാണ്? ബി സി. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി തന്നെ. അപ്പോൾ ബി സി ബൈ എ സി. ഇനി സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 കോസ് തീറ്റയാണ്. അതായത് ഇത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ഇത് ബി സി ബൈ എ സി ആണെങ്കിൽ ഇത് എ സി ബൈ ബി സി. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അതായത് തീറ്റയുടെ ഓപ്പോസിറ്റ് എ ബി ആണ്, തീറ്റയുടെ അഡ്ജസൻറ്റ് ബി സി ആണ്. എ ബി ബൈ ബി സി. 1 ടാൻ തീറ്റയാണ് എന്ത്? കോട്ട് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, അതായത് ബി സി ബൈ എ ബി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സീക് തീറ്റ എന്ന് പറയുന്നത് 13/12 ആണെങ്കിൽ ടാൻ തീറ്റ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ് ആണ്. അതായത് ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ് ചെയ്താൽ 13/12 കിട്ടും. ഇതിനർത്ഥം ഹൈപ്പോട്ടിന്യൂസിൻ്റെ നീളം 13ഉം അഡ്ജസൻറ്റിൻ്റെ നീളം 12ഉം എന്നല്ല. ഹൈപ്പോട്ടിന്യൂസും അഡ്ജസൻറ്റും തമ്മിൽ റേഷ്യോ എടുക്കുമ്പോൾ 13/12 ആണ് കിട്ടുന്നതെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസിനെ 13K എന്നാണ് എഴുതുക. 13 എന്നല്ല, 13K. K ഒരു പോസിറ്റീവ് നമ്പറാണ്. അതുപോലെ അഡ്ജസൻറ്റ് സൈഡിനെ 12 എന്നല്ല, 12K എന്ന് എഴുതാം. ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ സൈഡ് കണ്ടെത്താനായിട്ട് സാധിക്കും. AC² = AB² + BC². AC² എന്ന് പറഞ്ഞാൽ 13Kയുടെ സ്ക്വയർ ആണ്. = AB² അറിയില്ല, പ്ലസ് BC² എന്ന് പറഞ്ഞാൽ 12Kയുടെ സ്ക്വയർ ആണ്. അതായത് 169K² = AB² + 144K². ഇത് സബ്ട്രാക്ട് ചെയ്താൽ AB² = 25K² എന്ന് കിട്ടും. നമുക്ക് റൂട്ട് എടുക്കാം. AB = √25K² എന്ന് പറയുമ്പോൾ എത്രയാണ്? 5K. ഇത് 5K ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ടാൻ തീറ്റ കണ്ടെത്താലോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. അതായത് 5K / 12K. K വെട്ടിക്കളയാം, 5/12. ഇനി ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ ചില ആംഗിൾസിലുള്ള വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് സൈൻ തീറ്റ. തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? അതിനായിട്ട് ഈ ടേബിൾ എളുപ്പത്തിൽ പഠിക്കാം. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. സൈൻ 90 1. ഇനി കോസ് തീറ്റയുടെ വാല്യൂസ് അറിയാൻ ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് 1 √3/2, 1/√2, 1/2, 0. ഇനി ടാനിൻ്റെ വാല്യൂ നമുക്കറിയാം. സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയാൽ മതിയാകും. 0/1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 1/2 / √3/2 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇനി 1/√2 / 1/√2 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. √3/2 / 1/2 എന്ന് പറഞ്ഞാൽ √3 ആണ്. 1 / 0 എന്ന് പറഞ്ഞാൽ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് എന്നാണ് എഴുതുന്നത്. ഇനി കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 സൈൻ തീറ്റയാണ്. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. 1/2ൻ്റെ റിവേഴ്സ് എടുത്താൽ 2/1 എന്ന് വരും. അതായത് 2. 1/√2 √2 എന്ന് കിട്ടും. √3/2 2/√3 ആയി മാറും. 1 തന്നെ. ഇനി സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 കോസ് തീറ്റയാണ്. അതുകൊണ്ട്
ഇത് 1/1 എന്ന് തന്നെ വരും. അതായത് 1 √3/2നെ 2/√3 എന്ന് എഴുതാം. 1/√2നെ √2/1 അതായത് √2 എന്ന് എഴുതാം. 1/2നെ 2/1 അതായത് 2 എന്ന് എഴുതാം. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/tan തീറ്റ ആണ്. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. 1/√3 എന്ന് പറയുന്നത് √3/1 ആകും. 1 എന്ന് പറയുന്നത് 1 തന്നെ. ഇത് 1/√3 ആകും. നോട്ട് ഡിഫൈൻഡ് എന്നുള്ളത് 0 ആകും. അത് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നോക്കാം. ഒന്നാമത്തേത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതായത് ഉദാഹരണത്തിന് തീറ്റ 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ 30. സൈൻ സ്ക്വയർ 30യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ സൈൻ 30 1/2 ആണെന്നറിയാം. 1/2ൻ്റെ സ്ക്വയർ. കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4. √3/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/4 ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1. ഐഡൻറ്റിറ്റിയിലെ പോലെ തന്നെ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. അതുപോലെ തന്നെ 1 + tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. തീറ്റയ്ക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. തീറ്റ 45 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പോൾ 1 + tan സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 + tan സ്ക്വയർ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 സ്ക്വയർ എത്രയാണ്? 2 ആണ്. ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ സീക്ക് സ്ക്വയർ 45. സീക്ക് 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 തന്നെയാണ്. രണ്ടും സെയിം ആൻസർ അല്ലേ കിട്ടിയത്. 1 + കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസീക്ക് സ്ക്വയർ തീറ്റ. നമുക്ക് തീറ്റയ്ക്ക് 30 ഡിഗ്രി എടുക്കാം. അപ്പോൾ 1 + കോട്ട് 30 എന്ന് പറഞ്ഞാൽ √3 ആണ്. കോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ √3 സ്ക്വയർ എത്രയായി? 1 + 3 ഈക്വൽ ടു 4 ആയി. ഇനി വലത്തുവശത്ത് നോക്കാം. കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലോ കൊസീക്ക് തീറ്റ കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. രണ്ടും സെയിം അല്ലേ കിട്ടിയത്. ഇതുപോലെ തന്നെ സൈൻ 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ഒരു ഉദാഹരണത്തിന് തീറ്റ 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പോൾ സൈൻ 90 - 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 ഡിഗ്രി. √3/2 ആണ് അതിൻ്റെ വാല്യൂ. ഇപ്പുറത്തെ സൈഡിലോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 30, അതും √3/2 ആണ്. അതുപോലെ തന്നെ കോസ് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. ടാൻ 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. കോട്ട് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സീക്ക് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് തീറ്റ. കൊസീക്ക് 90 - തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റ.